ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. പെരുന്നാൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനായിട്ട് ചെമ്മീൻ ബിരിയാണി ആക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ആക്കി വെക്കുക. എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. ഇത് ജസ്റ്റ് കുക്ക് ചെയ്ത് എടുക്കുക. കാരണം നമ്മൾ ദം ഇടുമ്പം അത് ബാക്കിയിൽ കുക്കിംഗ് അവിടെ നടക്കും. പിന്നെ ഒരു കുക്കറിലേക്ക് ഉള്ളി 1/2 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. നേർങ്ങനെ മുറിക്കണം, നല്ല തിൻ സ്ലൈസായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കളറ് ഒന്ന് മാറുമ്പോഴേക്കാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് കരിവേപ്പില, നമ്മൾ സാധാരണ മസാലയിലെ ഐറ്റംസൊക്കെ പ്രത്യേകിച്ച് ഇത് കുക്കറിലാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം കരിവേപ്പിലൊക്കെ ഇട്ട് നല്ല സോഫ്റ്റായിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെമ്മീൻ ഇങ്ങനെ റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെമ്മീനെ ജസ്റ്റ് ഒന്ന് കുക്കായേ വേണ്ടു. പിന്നെ നമ്മൾ മസാലയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് അത് നല്ലോണം തന്നെ ഇടണം. ഒരു ടേബിൾ സ്പൂൺ അത്ര തന്നെ ഇട്ടിട്ട് നമ്മൾ ഈ മസാല ഉണ്ട് ഈ കാണുന്നില്ലേ, ഈ ഒരു കുഴഞ്ഞു വീഴുന്ന ഒരു ടൈപ്പിൽ അതിൽ അങ്ങനെ ചെയ്ത് വെക്കുക. എന്നിട്ട് തക്കാളി ഒരു 1/4 കപ്പ് തക്കാളി, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് ഗരം മസാല, ജീരകപ്പൊടി, ഇതെല്ലാം ആണ് എൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു വെള്ളം, ഒരു 1/2 ഗ്ലാസിൻ്റെ അര ഗ്ലാസും വേണ്ട, 1/4 ഗ്ലാസിൻ്റെ വെള്ളം ഇട്ടിട്ട് പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുക. പുതിന ഇല ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു മണവും എല്ലാം വേറെ തന്നെയാണ്. ചപ്പായിട്ട് അതേ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ മസാല കണ്ടില്ലേ, നല്ലൊരു മസാലയായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെമ്മീൻ കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം ഈ മസാലയിൽ ഈ ചെമ്മീൻ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കുക. എന്നിട്ട് അത് അവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അരി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും, നമ്മളെ റൈസ് ഉണ്ടാക്കുന്ന മെത്തേഡ് എല്ലാവർക്കും അറിയാം. ആദ്യം വെളിച്ചെണ്ണയിൽ പിന്നെ കുറച്ച് ഗീയും ഇട്ടിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. ഗരം മസാല ഹോളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പട്ട ഗ്രാമ്പും അതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റൈസും കൂടി ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നത്. എന്നിട്ട് 4 കപ്പ് വെള്ളം ഒന്ന് എടുക്കുന്നത്. 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുന്നത്. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ സമയം കൊണ്ട് നമ്മൾ ഗ്രേവിൻ്റെ ഒരു കയ്യിൽ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് റൈസിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രേവിൻ്റെ നീര് മാത്രം ഞാൻ ചേർക്കുന്നത്. ഇത് നമ്മളെ ബിരിയാണി ചപ്പാണ്. ബിരിയാണി ചപ്പ് എന്ന് പറയുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് തമിഴ്നാട്ടിലെല്ലാം കിട്ടുന്നതാണ്. പിന്നെ എനിക്ക് ഒരാൾ തന്നിട്ട് ഞാനിവിടെ വളർത്തുന്നതാണ്, ചട്ടിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഏകദേശം മല്ലിച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, മണമുണ്ട്. അപ്പം അതും കൂടി ചേർത്തിട്ട് നമ്മൾ റൈസിൻ്റെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹാഫ് റൈസ് ഞാൻ എടുത്തിട്ട് താഴത്തെ ഇതിലേക്ക് ഞാൻ ചപ്പും ഗാർണിഷിങ് അതിലൊക്കെ ഇട്ടിട്ട് നമ്മളെ മസാല അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. മസാല ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് മിഡിൽ ലെയറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാലാണ് നമ്മൾ ബാക്കിയുള്ള റൈസ് ഞാൻ മേലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റൈസൊക്കെ മേലെ ഇട്ട് ഇത് ദം ബിരിയാണിയാണ്. അപ്പം അതിൻ്റെ മേലത്തെ ഭാഗം നമ്മൾ ഗരം മസാല, ഉള്ളി പൊരിച്ചതും, പിന്നെ ചപ്പും കുറച്ച് ക്യാരറ്റൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ. എന്നിട്ട് ബാക്കി ഇല്ല ചെമ്മീൻ ഞാൻ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് ദം ചെയ്ത് വെക്കാം. ഇപ്പോൾ ചെമ്മീൻ നമ്മൾ ഏകദേശം കുക്കായതാണ്. ഇപ്പോൾ ഇനി ആവിയിൽ ഇത് കുറച്ചും കൂടി കുക്കായിട്ട് വരും. ആവി കയറ്റുന്നത് 5-10 മിനിറ്റാണ്. ആവി കയറുന്നത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിത് അടിച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ്.